കോൺഗ്രസ് നേതാവ് സിനിമയുടെ തിരക്കഥ മോഷ്ടിച്ച് പണം നൽകാതെ വഞ്ചിച്ചതായി പരാതി. പാലക്കാട്ടെ കോൺഗ്രസ് നേതാവായ സുരേന്ദ്രൻ തരൂരിനെതിരെ സംവിധായകൻ കാജ ഹുസൈനാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. താനും ഭാര്യയും ചേർന്നെഴുതിയ തിരക്കഥയിൽ സിനിമാ ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ പ്രൊഡ്യൂസറായ സുരേന്ദ്രൻ തരൂർ തങ്ങളെ ഒഴിവാക്കി മറ്റൊരാളെ വെച്ച് സിനിമയുടെ ചിത്രീകരണം നടത്തിയെന്നാണ് പരാതി. സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ എന്ന സിനിമയെ ചൊല്ലിയാണ് കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂരിനെതിരെ പരാതിയുമായി സംവിധായകൻ കാജ ഹുസൈൻ രംഗത്തെത്തിയിരിക്കുന്നത്. കാജ ഹുസൈനും ഭാര്യ മോനിഷയും ചേർന്ന് എഴുതിയതാണ് സിനിമയുടെ തിരക്കഥ. ചിത്രീകരണം ആരംഭിച്ചപ്പോൾ കോ പ്രൊഡ്യൂസറായിരുന്ന കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ തരൂർ സിനിമയ്ക്ക് വേണ്ട മുഴുവൻ പണവും നൽകാമെന്ന് പറഞ്ഞു. പിന്നീട് ചിത്രീകരണം പുരോഗമിക്കുന്നതിനിടെ കാജ ഹുസൈനെയും മറ്റ് നിരവധി ടെക്നീഷ്യന്മാരെയും മാറ്റി പുതിയ ആളുകളെ വെച്ച് സിനിമ ചിത്രീകരിച്ചു എന്നാണ് പരാതി. നമുക്ക് പറഞ്ഞാൽ ചിലപ്പോൾ തീരില്ല, എഴുതി വെക്കാൻ പറ്റുന്ന കണക്കുകളുമല്ല, അതിനപ്പുറം നമുക്ക് ചിലവായിട്ടുണ്ട്. ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഒരു സിനിമ വ്യവസായത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നത്. രണ്ടാമത്തെ സിനിമയും കൂടി ഇതുപോലെ ഒരു പ്രതിസന്ധിയിലെത്തുമ്പോൾ എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സുരേന്ദ്രൻ തരൂർ എന്ന് പറയുന്ന ഈ വ്യക്തി. പുള്ളി രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിക്കൊണ്ടൊക്കെയാണ് എനിക്കെതിരെ വളരെ നെഗറ്റീവായിട്ട് മോശമായിട്ട് എൻ്റെ കയ്യിലുണ്ട് ഓരോ തെളിവുകളും. 16 ദിവസം ചിത്രീകരണം നടത്തിയതിൻ്റെ എല്ലാ വീഡിയോ ക്ലിപ്പുകളും എൻ്റെ കൈവശമുണ്ട്. ഞാനതൊക്കെ കോടതിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെ പണം നൽകിയില്ലെന്നും ഒരു റൂമിൽ പൂട്ടിയിട്ട് നിർബന്ധിച്ച് മുദ്രപത്രങ്ങളിൽ ഒപ്പിടിയിച്ചതായും കാജ ഹുസൈൻ കൂട്ടിച്ചേർത്തു. സുരേന്ദ്രൻ തരൂരിനെതിരെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം സംവിധായകനും ടെക്നീഷ്യന്മാർക്കും എല്ലാ തുകയും നൽകിയതാണെന്നും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.